ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാന എലക്ഷൻ ചാണക്യൻ അമിത്ഷാ കളത്തിൽ ഇറങ്ങിയിട്ട് ഒരു പുല്ലും നടക്കുന്നില്ല. അവിടെ ആളും പോരുമൊന്നുമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും പങ്കെടുക്കുന്ന മീറ്റിങ്ങില് ഇത്രയും വലിയ പാക്കേജുകളും ഓരോ സ്ത്രീകൾക്കും 10,000 രൂപ വെച്ച് കൊടുത്തിട്ട് പോലും അവർക്ക് ആളിലേക്ക് കിട്ടുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. എന്താണ് അതിന്റെ കാര്യങ്ങൾ നോക്കാം. ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഇമ്പാക്റ്റ് ഉണ്ട്. അവർ മറ്റുള്ള സ്റ്റേജുകളിലൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പറയുമ്പോൾ ബീഹാറിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ വാക്ക് ബീഹാറിലില്ല. എന്താ എൻ്റെ കാര്യം? അതാ ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ഒരു ലോകമാണ്. നിങ്ങൾക്ക് കബളിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു പരിധി കഴിഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ബീഹാറിൽ ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് ആലോചിക്കാം. ഞാൻ ഏകദേശം ഇത്രയും വർഷം കൊണ്ട് ഡൽഹി ജേർണലിസം ചെയ്യുന്ന ഒരാൾ. എനിക്ക് ഒത്തിരി വളരെയധികം ബീഹാറിൽ നിന്നുള്ള ഹിന്ദി ജേർണലിസ്റ്റുകളെ, പ്രത്യേകിച്ച് ഒരു ഇഷ്ടം പോലെ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ബീഹാറിലുള്ള ജേർണലിസ്റ്റുകൾ, അതേപോലെ തന്നെ പാട്നയിലുള്ള പല ജേർണലിസ്റ്റുകളും, അവരെയൊക്കെ എനിക്ക് പേഴ്സണലി പരിചയമുള്ള പല ആൾക്കാരും എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഹിന്ദി ചാനലിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ഇവരൊക്കെ ബേസിക്കലി ആ വലിയൊരു ശതമാനം ഹിന്ദി ജേർണലിസ്റ്റുകൾ, വലിയൊരു ശതമാനം അവരൊരു ബി.ജെ.പി ആണ്. ഇവർ വരുന്നതെല്ലാം ഒരുവിധം അപ്പർ കാസ്റ്റ് ചെയ്യുന്നു. അതേപോലെ OBC ആണ്. അത് ഈ പറയുന്ന ഏറ്റവും വലിയ എക്സ്ട്രീം ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്നുള്ള ജേർണലിസ്റ്റുകൾ ബീഹാറിൽ വളരെ പോപ്പുലർ ഒന്നുമാണ്. വളരെ അവരൊന്നും അങ്ങനെ വരാറൊന്നുമില്ല. അവരൊക്കെ ഇവിടെ ഡൽഹി സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് പഠിക്കാനൊക്കെ വരികയും ഈ പറയുന്ന ഇന്ത്യൻ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് മീഡിയയിലൊന്നും ദളിത് ആൾക്കാർക്കൊന്നും ഈ ജേർണലിസ്റ്റായിട്ടൊന്നും ജോലി കൊടുക്കത്തൊന്നുമില്ല.